ചില സെറ്റിങ്സുകൾ ഓണാക്കിയാൽ വ്യൂസ് കൂടും, ചിലത് ഓഫാക്കിയാൽ വ്യൂസ് കുറയുന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ പറയുന്ന സെറ്റിങ്സുകൾ അങ്ങനെ ഭയങ്കര ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന സെറ്റിങ്സ് എന്തായാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റായിട്ട് വ്യൂസ് കുറഞ്ഞു എന്ന് പരാതി പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ചാനലിൽ വ്യൂസ് കുറഞ്ഞു, ഇതുവരെ നന്നായിട്ട് പോയതാണ്, പെട്ടെന്ന് വ്യൂസ് കുറഞ്ഞു എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഈ യൂട്യൂബ് കുറേ അപ്ഡേറ്റ് കൊണ്ടിട്ട് ഈ അപ്ഡേറ്റുകൾക്കൊക്കെ നല്ല അപ്ഡേറ്റുകളാണ്. പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ നേരെ ഉൾട്ടയായിട്ട് നമുക്ക് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പലരും പെട്ട് കിടക്കുകയാണ്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാര്യം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല. ആദ്യത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ ഷോർട്സിലാണ്. ഷോർട്സിൽ നമ്മൾ പിന്നെ ആളുകൾ സ്വൈപ്പ് ചെയ്യുന്നത് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് 1000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് 1000 വ്യൂസ് ഷോർട്സിന് 1000 കിട്ടി, അല്ലെങ്കിൽ 2000 കിട്ടി, 3000 കിട്ടി. എൻഗേജ്ഡ് വ്യൂസ് കയറിയിട്ട് നോക്കുമ്പോഴാണ് യഥാർത്ഥ രൂപം മനസ്സിലാവുക. ചിലപ്പോൾ ഈ 5000 കിട്ടിയെന്ന് പറഞ്ഞ ഷോർട്സിലെ ഒറിജിനൽ വ്യൂസ് 1500 ഉണ്ടാവുള്ളൂ. ഇതിലെല്ലാ മലയാളികളും പെട്ടു. ഇതാണ് ആദ്യത്തെ പെടൽ. രണ്ടാമത്തെ കാര്യം, യൂട്യൂബ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഏത് ഭാഷയിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓട്ടോ ഡബ്ബ് കൊണ്ടുവന്നു. ഈ ഓട്ടോ ഡബ്ബ് പണി കിട്ടി പറഞ്ഞാൽ ഇന്നലെ വരെ മലയാളം സംസാരിച്ച ആൾ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതും ബ്രിട്ടീഷ് ഇംഗ്ലീഷൊക്കെയാണ്. അപ്പോൾ അവൾ സ്കൂളിൽ പോയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ചിലർ പറയും അവൾ സ്കൂളിൽ പോയിട്ടില്ല, എനിക്ക് നന്നായിട്ട് അറിയാം, യൂട്യൂബും കൊണ്ട് തരികിട പരിപാടി കൊണ്ട് നടക്കുന്നത്, പക്ഷെ അവൾ ഇംഗ്ലീഷ് പറയുന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച കുറേ ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുപിടിക്കും, ഞാൻ ഭയങ്കര ഇംഗ്ലീഷ്, ഞാൻ പറയും ഞാനോ ഇതെപ്പോൾ എന്ന് നോക്കിയപ്പോൾ എനിക്ക് എന്നൊരാൾ മനസ്സിലായത്. കാരണം എന്താ അറിയോ, ഈ ഓട്ടോ ഡബ്ബ് വന്നു എന്നും ഇതിൽ ഇംഗ്ലീഷിലേക്ക് വന്നു എന്നും ആർക്കൊക്കെ അറിയാം. നമ്മൾ കുറേ ആളുകൾക്ക് അറിയാം, യൂട്യൂബിനെ കൊണ്ട് കളിക്കുന്ന കുറേ ആളുകൾക്ക് അറിയാം. എന്നാലും പബ്ലിക്കിന് ഇതൊന്നും അറിയില്ല. പൊതുവായിട്ട് ഈ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇവനെപ്പം മുതലാണ് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത് എന്ന് വിചാരിക്കും. അപ്പോൾ ആ പ്രശ്നം കൊണ്ട് സ്കിപ്പ് അടിച്ചു പോകും. ഇങ്ങനെ കുറേ ആൾക്കാരെ വ്യൂസ് കുറയുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സെറ്റിങ്സിൽ വരിക, ബ്രൗസറിൽ എടുക്കുക. മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. എന്നിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും. സെറ്റിങ്സ് ഓപ്ഷനിൽ നേരെ വന്നിട്ട് അപ്ലോഡ് ഡിഫോൾട്ട് എടുക്കുക. ഈ അപ്ലോഡ് ഡിഫോൾട്ടിൽ പിന്നെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ ഓട്ടോ ഡബ്ബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ഡിസേബിൾ ചെയ്യാം. എല്ലാവരും ഡിസേബിൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. എന്തായാലും തൽക്കാലം ഇപ്പം അങ്ങനെ ഡിസേബിളായിട്ട് കിടക്കട്ടെ. നമുക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് വരാനുണ്ടത്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ കിട്ടും. പക്ഷേ ആ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിലേക്ക് നമ്മളും ഉയരണം. നമ്മുടെ സംസാരമായാലും നമ്മുടെ അവതരണം എല്ലാ കാര്യങ്ങളും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കാരണം ഒരുപാട് വിദേശികളായ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പൈസ കൂടുതൽ കിട്ടും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. എന്തായാലും തൽക്കാലം അത് ഓഫാക്കി ഇടുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുക്കിങ്ങും ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഓഫാക്കി ഇടുന്നതാണ് നല്ലത്. ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട്, കാരണം എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും മലയാളികളാണ്, അതുകൊണ്ട് പിന്നെ ഓഫാക്കി ഇട്ടാണ്. എന്തായാലും ഹിന്ദിയും മറ്റൊക്കെ വരുമ്പോൾ, തമിഴൊക്കെ വരുമ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കി ഇടാമെന്ന് വിചാരിക്കുന്നു. ഇതെന്തായാലും നിങ്ങളുടെ വ്യൂസ് കുറയുന്ന സെറ്റിങ്സ് തന്നെയാണ്, പിന്നെ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ഇതൊക്കെ ഓഫാക്കി ഇട്ടോ, തൽക്കാലം ഓഫാക്കി ഇട്ടോ, ഒന്നുകൂടി ഡെവലപ്പായിട്ട് വരട്ടെ, നമുക്ക് ഉണക്കാം. ആക്ച്വലി ഈ ഒരു ടോപ്പിക് ആയിരുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത്, വേറെ ടോപ്പിക്കായിരുന്നു. അതിൻ്റെ ഇടയിലാണ് കുറേ ആൾക്കാർ ഈ പരാതി വന്നിട്ട് ഞാനൊന്ന് നോക്കിയത്. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്തിട്ട് പോകാൻ, നല്ല നല്ല വീഡിയോസ് ഇനിയും വരാനുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു.